ഹായ് മകളെ, 10ാം ക്ലാസ് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ടെൻഷനുകൾ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം പല കുട്ടികളും കലോത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡാണ്, ഇപ്പോഴും എൻഗേജ്ഡാണ്. ചില സമയത്തൊക്കെ സമയം കിട്ടുന്ന സമയത്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനി നിങ്ങൾ കുറച്ചധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. ക്രിസ്മസ് എക്സാം ഇതാ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ ഏകദേശം 20-21 ആയിട്ടുണ്ടാവും നിങ്ങൾ കാണുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് ഏകദേശം 10-15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതും കോൺഫിഡൻസ് കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിരിക്കുന്നത്. ഓണം എക്സാമിന് വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, പല കുട്ടികളും ക്രിസ്മസ് എക്സാമിന് ഞാൻ എന്ത് വില കൊടുത്തും പഠിക്കുമെന്ന് വാശിയോടുകൂടി തുടങ്ങുകയും എന്നാൽ പകുതി വെച്ച് എവിടെയോ അത് സ്റ്റക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആ വാശിയോടുകൂടി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇനി ഇതൊന്നുമില്ലാത്ത ഒരുപാട് മക്കളുണ്ട്. ഇപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരൂ സാർ, ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ചെറിയൊരു കഥയാണ്. ഒരു പാമ്പ്, ആ പാമ്പ് നല്ല വിഷമുള്ളൊരു പാമ്പാണ്, അത്യാവശ്യം നല്ല കാലിബർ ഉള്ളൊരു പാമ്പാണ്. തൻ്റെ മുന്നിലേക്ക് വരുന്ന ഏതൊരു ശത്രുവിനെയും ആ പാമ്പിനെ കൊത്തിക്കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരിക്കലും ഈ പാമ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇരുമ്പിൻ്റെ മൂർച്ചയുള്ള ഒരു ഭാഗത്ത് അതിൻ്റെ വാൽ ഭാഗം എന്താക്കുകയാണ്, ഒന്ന് കൊളുത്തി പിടിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ പാമ്പ് വിചാരിക്കുന്നത് തന്നെ ശത്രു ഏതോ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ പാമ്പ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കാണുന്ന ഇരുമ്പ് മൊത്തത്തിൽ ചുറ്റുകയാണ്. അതായത് തന്നെ ആക്രമിക്കാൻ വന്ന ശത്രുവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സ്വയം ആ പാമ്പ് എന്താക്കുന്നത്, ഈ കാണുന്ന ഇരുമ്പിൻ്റെ ഭാഗത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പാമ്പ് അവിടെ ചത്തു വീഴുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ കഥ ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തോട്ടുകളാണ്. എനിക്കിനി വിചാരിച്ചാൽ പഠിക്കാൻ പറ്റില്ല, 18 ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കാനാണ്, എത്ര പഠിക്കാനാണ്, മറ്റുള്ള കുട്ടികളൊക്കെ ഒരുപാട് സമയം പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഞാൻ തന്നെ കുറേ അധികം പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിനി അവിടെ എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ തന്നെ അതിലിങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യുക. എത്ര തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതിൽ നിങ്ങളുടെ സ്കൂളുകളിൽ പോകുന്ന സമയം ഒരു 8 മണിക്കൂർ ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കി 16 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ 16 മണിക്കൂറിൽ ഒരു 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാമെന്ന് വിചാരിച്ചോ, 9 മണിക്കൂർ നിങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമുണ്ട് ഒരു ദിവസം. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മാക്സിമം പഠിക്കുക 1 മണിക്കൂർ മതിയടാ, 1 മണിക്കൂർ മതി. നിങ്ങൾ വൃത്തിയിൽ പഠിക്കും. നമ്മുടെ വൺ ഷോട്ട് റിവിഷനുകൾ കണ്ടാൽ മതി. ഇനി ഒരു 2 മണിക്കൂർ കൂട്ടിക്കും, ഒരു ചാപ്റ്റർ നിങ്ങൾ 2 മണിക്കൂർ കൂട്ടിയാലും നിങ്ങൾക്ക് മാക്സിമം 70 മണിക്കൂർ മതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം 9 മണിക്കൂർ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ 18 × 9 ഒന്ന് ചെയ്ത് നോക്കിയാൽ മക്കളെ, അതായത് 90 കഴിഞ്ഞ് അങ്ങനെ 120 മണിക്കൂറോളം നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് ഇനിയും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ 9 മണിക്കൂറൊക്കെ ഒരു ദിവസം പറ്റില്ല, ഒരു 4-5 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നിങ്ങൾ ഇരുന്ന് പഠിക്കുകടാ. ഇനി ഇരുന്ന് പഠിച്ചിട്ടില്ല പിന്നെ എപ്പോൾ പഠിക്കാനാണ് മക്കളെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇപ്പോൾ നിങ്ങളോട് പഠിക്കാൻ വരാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിച്ചോ. നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ തരികയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങൾ വരെ പഠിച്ചെത്തി. ഇപ്പോൾ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ, മാത്സിൻ്റെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേക്ക് ആവശ്യമായിട്ടുള്ള ട്രിഗണോമെട്രി, കോർഡിനേറ്റ്, ടാൻജൻറ്റ് തിങ്കളാഴ്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് സോളിഡ്സ്, അങ്ങനെ എല്ലാ ചാപ്റ്ററും, പിന്നെ ഒരു ചാപ്റ്റർ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് ബാക്കിയുള്ള, അങ്ങനെ എല്ലാ ചാപ്റ്ററും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡഡാണ്. ഇനി നിങ്ങൾക്ക് പഴയ വീഡിയോസുകൾ കാണാം. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസുകൾ കണ്ടുകൊണ്ട് ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. യെസ് യു ക്യാൻ. ഇപ്പം അല്ലേ പിന്നെ എപ്പോഴാടാ? ഇപ്പം തുടങ്ങി, ഇന്ന് ഈ നിമിഷം തൊട്ട് തുടങ്ങും. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ 1-2 ചാപ്റ്റർ പഠിച്ച് തീർത്തിട്ട് മതി ബാക്കി പരിപാടി എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കും. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും, അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞു സാർ, 2 ചാപ്റ്റർ ഫിനിഷ് ചെയ്തു സാർ. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം. വെറും 18 ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിച്ചാലും ഈ മാജിക്ക് സംഭവിക്കാൻ ഒരു പണിയുമില്ല. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്കതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല. ഇപ്പോൾ മലയാളം എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. ആ ചില കുട്ടികൾ മാത്രം അതിന് കൂടുതൽ സമയം എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് ഒന്ന് മാത്സ് ആയിരിക്കും, ഒന്ന് ഫിസിക്സ് ആയിരിക്കും, ഒന്ന് കെമിസ്ട്രി ആയിരിക്കും. ആ 3 സബ്ജക്റ്റ് കുറച്ച് അധികം സമയം കൊടുത്താൽ മതി. സോഷ്യൽ സയൻസ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുക. അതൊരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. ഇമ്പോർട്ടൻറ്റ്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ടഫായിട്ടുള്ള ചാപ്റ്റർ, ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ എളുപ്പമുള്ള ചാപ്റ്റർ പഠിച്ചു തുടങ്ങുക. ഇനി അല്ല കുറേയൊക്കെ അറിയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഒന്നും അറിയാതെ വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതെങ്ങനെയാണ് എളുപ്പമുള്ള ചാപ്റ്റർ മനസ്സിലാക്കുക വെച്ചാൽ, മാത്സിലാണെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ പഠിക്കാം. അത് എളുപ്പമുള്ള ചാപ്റ്ററാണ്. ടാൻജൻസ് വിചാരിച്ചാൽ എളുപ്പമാണ്, പക്ഷേ കുറച്ചൊരു ടഫാണ്.
അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എളുപ്പമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു പഠിപ്പിനോട് ചോദിച്ചു നോക്കും. ഒരു മടിയും കാണിക്കേണ്ട, കാരണം നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അവരോട് ചോദിക്കുന്നതിലൂടെ നമ്മൾ വലിയ പഠിപ്പിയാവുകയൊന്നുമില്ല. അങ്ങനെ ഒരു ലേബൽ തന്നെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. ഞാനൊരു പഠിപ്പിയാണ്, ഞാൻ പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ ആൾക്കാർ കളിയാക്കുന്നതൊക്കെ പേടിച്ചുകൊണ്ട് പല കുട്ടികളും ചോദിക്കുന്നില്ല. അതൊക്കെ മാറ്റി വെക്കടാ, നമുക്ക് വേണ്ടി പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്നും അറിയാത്ത കുട്ടികൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ തുടങ്ങാം. അത്യാവശ്യം അറിയുന്ന കുട്ടികൾ ഇനി ടഫായിട്ടുള്ള ചാപ്റ്റർ തുടങ്ങുക കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടഫായിട്ടുള്ള ചാപ്റ്റർ തീർത്താൽ മാത്രമേ അവസാനത്തിലേക്ക് നമുക്ക് റിവിഷൻ സ്പീഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ലോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സങ്കടങ്ങളുണ്ടാവും എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളിലേന്നൊക്കെ. സോ അതിനൊക്കെ പരിഹാരമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതുവരെ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ഫ്രീ ആയിട്ടുള്ള നോട്ട്സുകൾക്ക് വേണ്ടി സൈലത്തിൻ്റെ വാട്സപ്പ് ചാനൽ കൂടി ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ 10ാം ക്ലാസ്സുകാരോട് നിങ്ങൾ സൈലത്തിൻ്റെ ചാനലിനെ പറ്റിയും ക്ലാസ്സുകളെ പറ്റിയും മോട്ടിവേഷനുകളെ പറ്റിയും സംസാരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.